ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് സെമസ്റ്റർ BBAയുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അണ്ടറിലുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ടെക്സ്റ്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമുക്കൊരു ഫസ്റ്റ് ചാപ്റ്ററും അതിൻ്റെ കണ്ടൻസും ഒക്കെ എന്താണെന്നുള്ളത് നോക്കാം. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ പ്രധാനമായിട്ടും ഇതിൽ വരുന്ന മൊഡ്യൂൾ എന്ന് പറയുന്നത് 4 മൊഡ്യൂളുകളാണ് ഇതിൻ്റെ സിലബസ് പ്രകാരം വരുന്നത്. കണ്ടന്റ് വൈസ് പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് 6 ചാപ്റ്റേഴ്സാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ടൈം വാല്യൂ ഓഫ് മണി എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. സോഴ്സസ് ഓഫ് ഫിനാൻസിങ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ സ്ട്രക്ചർ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ, ഡിവിഡൻഡ് ഡെസിഷൻസ്. 7th പറയുന്നത് പ്രാക്ടിക്കൽസ് ആണ്. സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള പ്രാക്ടിക്കൽസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ 6 ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള കാര്യങ്ങളും സിലബസ് 4 മൊഡ്യൂളുകളായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ടൈം വാല്യൂ ഓഫ് മണി, ഇതാണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്, ടൈം വാല്യൂ ഓഫ് മണി. ഇതിൽ നമ്മൾ മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റ് മീനിങ് ഓഫ് ഫിനാൻസ്. ഫിനാൻസ് എന്ന് പറയുന്ന വേർഡ് ഫ്രഞ്ച് വേർഡ് ഫൈൻ എന്ന് പറയുന്ന ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ടു പേ, നമ്മൾ എന്തെങ്കിലും കടം കൊടുക്കുക അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യുക, എന്തെങ്കിലും ഒരു കച്ചവടം ഉറപ്പിക്കുക, സെറ്റിൽ ചെയ്യുക, അവസാനിപ്പിക്കുക, ഫിനിഷ് ചെയ്യുക എന്നുള്ള ആ ഒരു മീനിങ്ങിൽ നിന്നാണ് നമുക്ക് ഫിനാൻസ് എന്നുള്ളൊരു വേർഡ് വന്നിരിക്കുന്നത്. സോ എൻസൈക്ലോപീഡിയ പ്രകാരം ഫിനാൻസ് എന്ന് പറയുന്നത് ഈസ് എൻ ആക്ട് ഓഫ് പ്രൊവൈഡിങ് മീൻസ് ഓഫ് പേയ്മെൻറ്റ്. ആ ഒരു വേർഡ് മീനിങ് അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം എന്താണ് ഫിനാൻസ് എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ഫിനാൻസ് ഈസ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ഹാൻഡ്ലിങ് മണി. പൈസ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ആർട്ട് ആൻഡ് സയൻസിനെയാണ് ഫിനാൻസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ മാനേജ്മെൻറ്റ് ഓഫ് ഫ്ലോസ് ഓഫ് മണി ത്രൂ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലൂടെ പൈസയുടെ ഫ്ലോസിനെ മാനേജ് ചെയ്യുക എന്നുള്ളതിനെയാണ് ഫിനാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട്സ് റിക്വയർഡ് ഫോർ ഓപ്പറേഷൻ ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ട റിക്വയർഡ് ആയിട്ടുള്ള ഫണ്ടിനെയാണ് ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ് ഫിനാൻസ് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഫിനാൻസിങ്ങിൽ റേസിങ് ഓഫ് ഫണ്ട് എന്ന് പറയാം, അത് പ്രൊവൈഡ് ചെയ്യുക, മാനേജ് ചെയ്യുക, അതുപോലെ ക്യാപിറ്റൽ, ഫണ്ട്സ്, എനി കൈൻഡ് ടു ബി യൂസ്ഡ് ഇൻ കണക്ഷൻ വിത്ത് ബിസിനസ്. ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ക്യാപിറ്റലിലോ അല്ലെങ്കിൽ ഫണ്ടോ ക്യാഷോ പൈസയോ റേസ് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക, മാനേജ് ചെയ്യുക, ഇതെല്ലാ ആക്റ്റുകളും ഫിനാൻസ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കേണ്ട